ഇതിനിടെ ഇവൾക്കും ഇവളുടെ ചേട്ടനും വീണ്ടും ഒരു ജന്മം കിട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇവളെയാണ് അനിയത്തെ അഡോപ്റ്റ് ചെയ്ത് മരണം വരെ കൂടെ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ചേട്ടൻ അവളെ ചൂസ് ചെയ്യാതെ മറ്റൊരു പെൺകുട്ടിയാണ് അനിയത്തെ അഡോപ്റ്റ് ചെയ്യുന്നത്. ചേട്ടന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തതിന്റെ കാരണം ഇവളാണെന്ന് പറഞ്ഞ് മറ്റേ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ ഒരു ലേഡി വന്ന് അവളെ ഒരു വലിയ കുടുംബം അവളെ ദത്തെടുക്കാൻ പോവുകയാണ്, താല്പര്യമുണ്ടെന്ന് ചോദിച്ചതും തനിക്കൊരു മാറ്റം വേണമെന്ന് ചിന്തിച്ച് അവൾ ചെല്ലുമ്പോൾ അവളെ ദത്തെടുത്ത ലേഡി അവളെ മകളായിട്ടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ വീട്ടിലെത്തുമ്പോൾ അവർക്കൊരു മകനാണുള്ളത്. അവനെ കണ്ടതും കഴിഞ്ഞ ജന്മത്തിൽ അവനെ കണ്ട ഒരു കാര്യം ഓർക്കുന്നു. ശേഷം അവളെ ആ കുടുംബത്തിലെ മകളായി തീർക്കാൻ ഓരോ കാര്യത്തിനും ട്രെയിനിങ് കൊടുക്കുന്നു. ആദ്യമായിട്ട് ചെയ്യുന്നതിനാൽ അവൾക്ക് പരിക്ക് നല്ല രീതിയിൽ ഏൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവളുടെ ചേട്ടനെ കണ്ടുമുട്ടുന്നു. ചേട്ടൻ കരുതി ചേട്ടനെ ഫോളോ ചെയ്താണ് വന്നതെന്ന്. പക്ഷെ അവർ നിൽക്കുന്ന മുറ്റം അവളുടെ വീടിന് മുന്നിലാണെന്ന് കേട്ടപ്പോൾ അവർ അവളുടെ ഇപ്പോഴത്തെ ചേട്ടനെ കളിയാക്കുന്നു. അല്ല, നിന്റെ ചേട്ടൻ രോഗിയാണെന്ന് സംസാരിക്കില്ല എന്നാണല്ലോ കേട്ടത്. അവൾക്ക് നല്ല ദേഷ്യം കൂടി അവൾക്കൊരടി കൊടുത്തു. ദേഷ്യം വന്ന ചേട്ടൻ അവളെയും ചീത്ത പറഞ്ഞ് മാറ്റി നിർത്തി. അവൾ കേൾക്കെ അവൾ ഇത്രയും വലിയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും അവൾക്ക് സുഖമായി ജീവിക്കാനാകില്ല. അവളെ വെച്ച് നോക്കുമ്പോൾ നീയാണ് രാജകുമാരി, അമ്മയും അച്ഛനും ചേട്ടനും ഉണ്ടല്ലോ, മറ്റുള്ളവരെ പോലെ നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴാണ് അന്ന് തൊട്ട് അവൾ എല്ലാം പഠിക്കുമെന്നൊരു തീരുമാനത്തിലെത്തുന്നത്. തുടർന്ന് പാട്ട് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.